ഇല്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ PR. പിന്നെ എന്നാ ഞാനൊരു 25 ലക്ഷമായിട്ട് PR പോവാം, ബിഗ് ബെനിക്ക് കിട്ടുമോ? അല്ല, എനിക്ക് അറിയണമായിട്ടൊക്കെ വേണോ ഇല്ലേ ഉമാർക്കൊക്കെ. ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ, ഞാൻ അതിനകത്ത് ഉള്ളു കള്ളിയാണ് മറ്റേ പിന്നെ അവിടെ വന്നവരെല്ലാം ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ. ഞാൻ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇപ്പോൾ ഈ പറയുന്ന ഐസ് ബ്രേക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ മല്ലിക സുകുമാരന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ സൂപ്പർ ഇന്റർവ്യൂ ആണ്, അടിപൊളിയായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയി ഒന്ന് കാണണം. അതിനകത്ത് അനുമോളെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോളെ കുറിച്ച് പറയുന്നുണ്ട്, ഷാനവാസിനെ കുറിച്ച് പറയുന്നുണ്ട്, അനീഷിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ രേണു സുധിയെ കുറിച്ച് വരെ അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന, ഇവരെയൊക്കെ പേര് പരാമർശിച്ച് പോകുന്നേ ഉള്ളൂ, പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് അനുമോളെ കുറിച്ചാണ്. അനുമോളുടെ PR, അനുമോള് PR കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയുന്നവർക്ക് നല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അണ്ണാക്കി കൊടുത്ത മറുപടി എന്ന് പറയില്ല, നല്ല രീതിയിൽ തികച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂ. ആ ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം. അത് നിങ്ങൾ പോയി ഒന്ന് കാണണം കേട്ടോ. അത് കണ്ടിട്ട് നമുക്ക് ഓരോന്ന് പറയാം. ഓക്കെ, വെയിറ്റ്. ബിഗ് ബോസിലെ അനുമോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചേച്ചി ഇപ്പം ബിഗ് ബോസിൽ കപ്പടിച്ചിരിക്കുകയാണ്. പിന്നെ അനുമോളെ ഇട്ടുകൊണ്ട് വറക്കുന്ന കണ്ടേച്ചാല്, എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് എന്തോന്നോ ഞാൻ എവിടെയോന്ന് പറഞ്ഞാല്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോളെ? 2.5 വർഷം എൻ്റെ കൂടെ അമ്മായിയമ്മയും മരുമോളെ. അത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ലോകത്തൊന്നും അല്ല ചോദിച്ച പെണ്ണ് ജീവിക്കുന്ന എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം. പെണ്ണോ ആണോ എനിക്ക് ഓർമ്മയില്ല, ആരോ പറഞ്ഞു. അപ്പോ ഈ പറഞ്ഞതുപോലെ ഈ അനുമോളെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം, ആ പ്രായത്തിന്റെ ഒരു തുള്ളൽ, അത് ഞാൻ പറട്ടെ, അതുണ്ടാവും. അവളിങ്ങോട്ട് അഭിനയിക്കാൻ വന്നു, ആ കുട്ടി അതിനിങ്ങനെ ആകെ മൊത്തം ഒരു എക്സൈറ്റ്മെന്റ്. ഉടനെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു, അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു. ഇപ്പം മറ്റേ കൊച്ചു കണ്ടില്ലേ, ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കിയെന്ന് വിചാരിക്കുന്നത്. അത് ആ കുട്ടിയുടെ കുറ്റമല്ല, അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ്. എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത്, അതവര് ചെയ്തോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, ഓക്കെ, ഇതിനകത്ത് പറയുന്നത് അനുമോളെ കുറിച്ച്, അതായത് അനുമോളെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലിട്ട് വറക്കുന്നതിന്റെ എതിരായിട്ടാണ് ഈ പറയുന്ന മല്ലിക സുകുമാരൻ ചേച്ചി പറയുന്നത്. മറ്റൊന്നുമല്ല, ആ കൊച്ചിനെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചുമ്മാ നിങ്ങൾ അനാവശ്യമായിട്ടിരുന്ന് കുറ്റം പറയുന്നത്. അതുമല്ല, അവൾക്ക് പ്രായത്തിൻ്റെതായ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ആദ്യം വന്ന ഒരു ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ആ ഒരു എക്സൈറ്റ്മെന്റ് അത് എല്ലാവർക്കും ഉണ്ടാവും, അത് അനുമോൾക്കും ഉണ്ട് എന്നുള്ളതാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പരാമർശിക്കുന്ന മറ്റൊരു കൊച്ചു കണ്ടില്ല, ദുബായ് പോയപ്പോൾ ഞാൻ എന്തോ ലോകം പിടിച്ചടക്കിയത് പോലെ എന്ന് പറയുന്നത്, അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ പറയുന്ന നമ്മുടെ രേണു സുധിയെ കുറിച്ചാണ്. രേണു സുധി ആണല്ലോ ദുബായി പോയപ്പോൾ ഞാൻ എന്തോ കീഴടക്കി എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. ഞാൻ എന്തോ ആയിപ്പോയി എന്നുള്ളൊരു സാധനമുണ്ട്, അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പ്രായത്തിന്റെ ഇതാണ് എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. ബാക്കി ഒരു കുട്ടിക്ക് ഒരു അത്ര വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ PR. പിന്നെ എന്നാ ഞാനൊരു 25 ലക്ഷമായിട്ട് PR പോവാം, ബിഗ് ബെനിക്ക് കിട്ടുമോ? അല്ല, കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായോ? ഒരു വിവരവും ഇല്ലാത്തവരല്ലല്ലോ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് ഇരിക്കുന്നത്. എന്തു പറഞ്ഞാലും PR. എങ്കിലും ഞാനൊരു 24 ലക്ഷവും കൊടുത്തിട്ട് PR പോകാം, എന്നെ ജയിപ്പിക്കോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാക്കി കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ പറയണം. മല്ലിക സുകുമാരൻ ഒരു 25 ലക്ഷം രൂപ PR കൊടുത്തിട്ട് ബിഗ് ബോസിൽ വന്നാൽ ജയിക്കുമോ? 101% ഞാൻ എഴുതരാം. കൂടിപ്പോയാൽ 2-3 ആഴ്ച അവിടെ നിൽക്കും, അതിനുശേഷം കൂടിപ്പോയ ഒരു 4 ആഴ്ച, അതിനുശേഷം അതോടുകൂടി പുറത്തിറക്കും. കാരണം ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് വേറൊരു തരം ഓഡിയൻസ് ആണ്. മല്ലിക സുകുമാരനൊക്കെ ഈ പ്രായത്തിൽ ആര് പോയാലും ശരി തന്നെയാണ്, അവിടെ ഒന്നൊരു തേങ്ങയും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായി? നിങ്ങൾ 25 അല്ല 50 ലക്ഷം നിങ്ങൾ PR കൊടുത്തു പോയാലും ജയിപ്പിക്കാൻ പറ്റും. അത് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് മല്ലിക സുകുമാരൻ പറയുന്നത്, ഞാനൊരു 24 ലക്ഷം രൂപ കൊടുത്തിട്ട് പോകാം, നിങ്ങൾ എന്നെ ജയിപ്പിക്കോ? ഈ പറയുന്ന PR കൊണ്ടാണ് അവൾ ജയിച്ചത് എന്ന് ഘോരം പ്രസംഗിച്ച് നടക്കുന്നവർക്ക് ഉത്തരമുണ്ടോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. വെറുതെ അതായത് എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിനാണ് ഇപ്പൊ ഈ ചെറുപ്പക്കാർ ആമ്പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട്. നാണമില്ലേ ഉമാർക്കൊക്കെ. ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ, ഞാൻ അതിനകത്ത് ചില 1-2 റീൽസും ഇതിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും, അത് കറക്റ്റാണ്. നമുക്കും കാണുമ്പോൾ തോന്നുക, നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ പറയുമ്പോൾ ഇവൻ കൊള്ളാമല്ലോ നമുക്ക് തോന്നും, അല്ലേ? അല്ലാതെ
അതായത് ഒരു കാരണവുമില്ലാതെ ബേക്കലിയിൽ നടന്ന് ഈ പറയുന്ന അനുമോളെ വിമർശിക്കുന്നവരെ പറഞ്ഞ നിനക്കൊക്കെ നാണമില്ലേ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നും. നമ്മളുടെ അഭിപ്രായമാണല്ലോ അവർ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുമുണ്ട് എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. ബാക്കി ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റവൾ ഇങ്ങനെ ഒന്നുമല്ല. അനുമോൾ ഞാൻ കണ്ട കാലം മുതൽ ഒരു ഉദ്ഘാടനത്തിന് പോലെ എവിടെ പോലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള സഹോദരി, കുഞ്ഞ്, സഹോദരിയുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ, വലിയ രീതിയിലൊരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അനു. ഓക്കെ. അപ്പോൾ മല്ലിക സുകുമാരൻ പറഞ്ഞ അനുമോൾ ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്ന് പറയുമ്പോൾ അനുമോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കേസാണ്. അനുമോൾക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബമാണ്. അത് അവളുടെ ചേച്ചി, അമ്മ, ഈ പറയുന്ന അച്ഛൻ, ചേച്ചിയുടെ മകൾ, ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇവരടങ്ങുന്ന ഒരു കുടുംബം. അവരെ വിട്ടിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സ്വന്തമായിട്ട് അനുമോൾ ഒന്നും സമ്പാദിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എല്ലാം കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അത്രയ്ക്ക് കുടുംബത്തെ അത്രയ്ക്ക് കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ ഈ കാലയളവിലൊന്നും അങ്ങനെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നമുക്ക് കാണാൻ സാധിക്കില്ല. അത് ഇതിനകത്ത് തുടർന്ന് മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. അതായത് എനിക്ക് എന്ത് കിട്ടിയാലും അത് എൻ്റെ കുടുംബത്തോട്ട് കൊണ്ടു കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന വളരെ മാന്യമായ, വളരെ സ്നേഹമുള്ള ഒരു പെൺകുട്ടി മാത്രമാണ് അനുമോൾ എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. ബാക്കി അനുവിൻ്റെ അച്ഛൻ അങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല, അതിനും ഒരു 1.5 കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്നും ഞാൻ വിളിച്ചിരുത്തി, എനിക്കൊരു മുറി ഉണ്ട് അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉപദേശിപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞു. അപ്പം ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞല്ല മോളെ, അത്രയും എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം, ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ സമൂഹം എല്ലാവരും നല്ല കൊച്ച് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരുടെയും ഇത് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. കാരണം അത് മനുഷ്യൻ്റെ സ്വഭാവമാണത്. ഒരു കൊച്ച് ജീവിച്ചു എന്നാൽ അതേസമയം വേറെത്തിയെ പറഞ്ഞിട്ട് പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചോട്ടെ, എന്താ അത് തന്നെയല്ലേ അനുമോളും. ഓക്കെ. ഇവിടെ അവരെ ഉദാഹരണം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് രേണു സുധിയെ കുറിച്ച്. അതായത് രേണു സുധിയെ സപ്പോർട്ട് ചെയ്തത്. രേണു സുധി എന്താണ് പറയുന്നത്? 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ പോയി പണി ചെയ്യുന്നു, മറ്റേതാണ് മറിച്ച് അവളെ സപ്പോർട്ട് ചെയ്യും. അതേ രേണു സുധിയുടെ ആരാധകർ തന്നെയാണ് വന്ന് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അനുമോളെ കുറ്റം പറയുന്നത്. അതാണ് ഇവിടെ എടുത്ത്. രണ്ടുപേരും ചെയ്യുന്നത് ഒന്ന് തന്നെയല്ലേ, പിന്നെ എന്തിനു കുറ്റം പറയാൻ നിൽക്കുന്നു? അവർ തന്നെ വീണ്ടും ഒന്ന് കുറ്റം പറയാൻ നിൽക്കുന്നു എന്നുള്ളതാണ് മല്ലിക സുകുമാരന്റെ ക്വസ്റ്റ്യൻ. എന്താ ഇച്ചിരി തൊഴിലുള്ളതുകൊണ്ടുള്ള ദേഷ്യമാണ്, എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വിചാരിക്കും, എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആമ്പിള്ളേർ പറയുന്നത്? ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അസൂയ കൊണ്ടാന്ന് പറയും. ഇത് വെറുതെ അവളിങ്ങനെ ചെയ്തു, അവളങ്ങനെ ചെയ്തു, അവള് കള്ളിയാണ് മറ്റേ. പിന്നെ അവിടെ വന്നവരെല്ലാം ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ. ഞാൻ കണ്ടു എല്ലാവരെയും അവിടെ. അത് അണ്ണാക്കി കൊടുത്തൊരു മറുപടി. അവള് കള്ളിയാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് വിമർശിക്കുമ്പോൾ അവിടെ വന്നവരെല്ലാം ഹരിചന്ദ്ര മഹാരാജാവിന്റെ മക്കളല്ലേ. ഞാനെല്ലാം കണ്ടു. ബിഗ് ബോസ് എന്തൊക്കെ നടന്നത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കണ്ടു. അതായത് ഇവിടെ കള്ളി എന്ന് വിളിച്ച കുറെ എണ്ണം ഉണ്ടല്ലോ അതിനകത്ത്. അവരൊക്കെ അവിടെ എന്താണ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഞാൻ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വീട്ടമ്മ, ഒരു പ്രേക്ഷക, ഇവരുടെ ഈ മല്ലിക സുകുമാരന്റെ മൈൻഡ് തന്നെയാണ് എല്ലാ അമ്മമാർക്കും ഉണ്ടായത്. ഈ ഒരു ബിഗ് ബോസ് കാണുമ്പോൾ അനുമോൾക്കളോടുള്ള സ്നേഹം, അനുമോൾ എത്രമാത്രം അവൾ പറയുന്നത് സത്യമായിരുന്നു എന്ന് വിശ്വസിക്കാനുള്ള ഈ രീതിയിൽ അവരതിനെ കണ്ടത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ, അവരുടെ വേഷവിധാനം വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇത്ര ആമ്പിള്ളേർ ചുറ്റിനും ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. മല്ലിക സുകുമാരൻ അവരുടെ വേഷവിധാനം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു പരിധി വരെയൊക്കെ മല്ലിക സുകുമാരൻ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എനിക്ക് തോന്നുന്നു ജിസേലിന്റെ തന്നെ വേഷവിധാനം നമ്മൾ പ്രതികരിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഒരു ഷോയിൽ വന്ന് അത് ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന അമ്മാവന്മാരാക്കിയിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ നമ്മുടെ ചിന്തയാണ്. എന്റെ വേഷം പുരോഗമനമൊക്കെ കൊള്ളു, പക്ഷെ പുരോഗമനം ആകുമ്പോഴും പ്രോഗ്രസീവ് ആകുമ്പോഴും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പ്രോഗ്രസീവ് എവിടെയൊക്കെ കാണിക്കണം എന്നുള്ളതാണ്. ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് ഈ പറയുന്ന പിന്നെ പ്രായം അത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് പ്രോഗ്രസീവായിട്ട് നമുക്ക് കൂട്ടാൻ പാടില്ല. അപ്പൊ എവിടെ വസ്ത്രദാനം, നിങ്ങളുടെ വസ്ത്രദാനം നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷെ അത് ഏത് സന്ദർഭത്തിൽ ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് അത് വിവേകമാണ്. മനസ്സിലായോ? അവിടെയാണ് നമ്മുടെ ബുദ്ധിയും വിവേകം. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഒരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തോ ഡ്രസ്സാണ്. പക്ഷെ ഒരു മരണ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ആ സ്കൂളിൽ വരുമ്പോൾ കൊച്ചുകുട്ടികൾ കാണുന്ന സമയത്ത് വരുമ്പോൾ എന്ത് രീതിയിലുള്ള വേഷം ധരിക്കണം എന്നുള്ളത് വിവേകമാണ്. അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിനൊന്നും പറയണ്ട, അതൊക്കെ നല്ല പിള്ളേരാ. അനുമോളാ പ്രശ്നം.
അപ്പൊ അതൊക്കെ ചുമ്മാ അതൊക്കെ വെറുതെ വ്യക്തിപരം. ആ കൊച്ചൊരു പാവം കൊച്ചാ, അത് അതിന്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. ഒരു ഉദ്ഘാടനത്തിന് പോയാലും ഞാൻ കൊണ്ടുപോയി ദോഹയില് ഞാൻ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ, ആ കുട്ടി സത്യം പറയാ അത് നീ ചെല്ല് എന്ന് പറഞ്ഞപ്പോ അതങ്ങനെ വലിയ ആന കാശൊന്നും ചോദിക്കുന്ന കൊച്ചല്ല. അതിന് കൂടെ പോകാനായിട്ട് ആരെങ്കിലും അമ്മയോ സഹോദരിയോ അച്ഛനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ കൂടെ ആരെങ്കിലും കാണും. ഒരു കൂട്ട് വേണമല്ലോ ഒരു കുട്ടി പോകും. സാമാന്യമായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കും. അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ജീവിതം. അത് തിരിച്ചു വന്നാൽ ഉടനെ വരുമ്പോഴോ അവളെക്കാട്ടിൽ അവളെ സാധനങ്ങൾ കൊണ്ട് അവിടെ ചേച്ചിയുടെ കുഞ്ഞിനും ഒക്കെ. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിനകത്ത് മല്ലിക സുകുമാരൻ പറയുന്ന ഒരു കേസ് ഉണ്ട്. അവള് ദോഹയിൽ ഞാനാണ് കൊണ്ടുപോയത്. അവിടെക്കാട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, വലിയ പൈസയൊന്നും ആരെന്ന് പറഞ്ഞാൽ അവർ തരുന്നത് വാങ്ങിച്ചു കൊണ്ടുവരും. അതുപോലെ വരുമ്പോൾ മൊത്തവും അവളെക്കാട്ടി കൂടുതൽ അവള് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ചേച്ചിക്കും ചേച്ചിയുടെ മക്കൾക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും. അതിനകത്ത് കുടുംബത്തിലുള്ളവരെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ജീവന് തുള്ളം സ്നേഹിക്കുന്ന മറ്റൊരു ഇതൊക്കെ നമ്മൾ വളരെ വിരളമായിട്ട് കാണുന്നത്. നമ്മുടെ അനിയനും ചേട്ടനും ചേച്ചിയൊക്കെ ആയിക്കോട്ടെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നിടത്ത് നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് താൻ അധ്വാനിക്കുന്നതെല്ലാം എല്ലാം തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു പെൺകുട്ടി നമുക്ക് കാണാൻ സാധിക്കില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ സ്വന്തമായിട്ടൊക്കെ ഇനി എന്ത് ചെയ്യണം അങ്ങോട്ട്. കാരണം എനിക്ക് തോന്നുന്നു എല്ലാം ഈ പറയുന്ന അനുമോള് സമ്പാദിക്കുന്നതെല്ലാം കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവള് ചെലവാക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം 10-30 വയസ്സായി കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം അവള് ചെലവാക്കുന്നത്. ഇനി അവൾക്ക് വേണ്ടിയിട്ട് അവള് സേവ് ചെയ്യാൻ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ. ചെയ്യാൻ തുടങ്ങിയെന്നറിയില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. അതായത് എല്ലാം ഈ പറയുന്ന ചേച്ചിയെയും അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ ചേച്ചിയുടെ മക്കളെയൊക്കെ കഴിഞ്ഞിട്ട് മതി എനിക്ക്, അവരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് മതി, എനിക്കൊന്നും വേണ്ട, എല്ലാം അവർക്ക് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നത് ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് ഇവിടെ കിടക്കുന്ന എല്ലാവരും കൂടി ചുമ്മാ ഇട്ട് ഓരോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് PR തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത്. മനസ്സിലായോ? എന്തിനാ ഞാൻ നോട പറയുന്നത്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ എത്ര 16 ലക്ഷം 16 ലക്ഷം PR 16 ലക്ഷം ഉണ്ടാകുന്ന ആ കൊച്ചു അഭിനയിക്കാതെ ബിഗ് ബോസ് സീസൺ ഫുൾ ആണെങ്കിൽ 16 ലക്ഷം PR ആയിട്ട് ഇത് പറയുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ മുടക്കിയിരിക്കുന്നത്. അതാണ് അതിനകത്ത് സത്യം. പിന്നെ കറക്റ്റ്. ഇത് പറയുന്നത് 16 ലക്ഷം PR ആണ്. 16 ലക്ഷം PR ഉണ്ടെങ്കിൽ വെച്ചാൽ അനുമോളെ കൃത്യമായിട്ട് അവർക്ക് അറിയാം എങ്ങനെയാണ് ക്യാഷ് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്, ഒരു പൈസ കിട്ടിയാൽ ഏത് രീതിയിൽ അവൾ ആ പൈസ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ അനുമോളെ കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് എല്ലാം അറിയാം. ഇത്രയും ലക്ഷം PR കൊടുത്ത് നമ്മൾ പോകത്തില്ല. ഇത്രയും ലക്ഷം PR എന്ന് അങ്ങനെ ക്യാഷ് ഒന്നും കൊണ്ട് കളയുന്ന ഒരു പെൺകുട്ടിയല്ല, അല്ലെങ്കിൽ ജാടയ്ക്ക് വേണ്ടിയിട്ടോ ആർഭാടത്തിന് വേണ്ടിയിട്ടോ ഒന്നും പൈസ കളയുന്ന ഒരു വ്യക്തിയല്ല. അത് എന്ത് കിട്ടിയാലും സ്വരൂപിച്ച് വെച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് കൃത്യമായിട്ട് ഇവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയും ഇത്രയും ഉറപ്പോടുകൂടി പറയുന്ന അവൾ അങ്ങനെ അത് ചെയ്യത്തില്ല, പൈസ ഉണ്ടായിരുന്നു ഇവ പോകത്തില്ല എന്ന്. മല്ലിക സുകുമാരനൊക്കെ 1-2 കൊല്ലം മല്ലിക സുകുമാരനോട്ട് പിന്നീട് അഭിനയിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയാ പറയുന്നത്. നല്ലൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ് ഷാനവാസില്ല. എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അത് ആ കുട്ടി സംസാരിക്കുന്നതിനകത്ത് ആരോടും ഒരു പകയില്ല. അത് ഓഫ് കോഴ്സ് അനീഷും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അനീഷ് പിന്നെ ചിലപ്പോൾ എനിക്കൊന്നും കൂടുതൽ അങ്ങ് പാവത്താരെ പോലെ ഇത്രയും പാവമാണോ എന്നൊക്കെ ഞാൻ അങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രൊമോയുടെ റീൽസ് വരുമല്ലോ, അപ്പൊ അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ആലോചിക്കും എന്താണ് ഈ കുട്ടിയുടെ ഇത്ര വലിയ ദേഷ്യം. അല്ല ഇന്നേ വരെ നമ്മൾ കാണാത്ത കുറെ ചെറുപ്പക്കാര് അങ്ങ് ഇതിന്റെ പേരിലൊരു യൂട്യൂബും ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു. പക്ഷെ കാര്യമായിട്ട് പറയുന്നതൊന്നും അനുമോളെ അങ്ങനെ ചീത്ത വിളിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ പറയുന്നത് നമ്മൾ കാണാതെ ചുമ്മാ 1-2 സംഭവത്തിന് വേണ്ടിയിട്ട് പ്രതികരണം പറയാൻ വരുന്നവരാ. അതൊക്കെ മറ്റവരുടെ PR വർക്ക്. ഇവർക്ക് PR ഉണ്ടെങ്കിൽ മറ്റവർ ഇവിടെ ചീത്ത വിളിക്കാനായിരിക്കും PR ഉപയോഗിക്കുന്നത്. ഇത്രേ ഉള്ളൂ എന്റെ വ്യത്യാസം. ഓക്കെ, ഇത്രയും എന്തായാലും കറണ്ട് പോയി. ഓക്കെ, അതാണ്. അതായത് ഷാനവാസിനെയും എനിക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ അനീഷിനെയും. ഷാനവാസ് വളരെ സത്യസന്ധമായിട്ട് ആരേക്കും ഒരു കുറ്റവും വരരുത് എന്ന് കുറ്റം പറയുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. അതുപോലെ തന്നെ അനീഷിനെ ഇഷ്ടമാണ്. പക്ഷെ അനീഷ് ചിലപ്പോഴൊക്കെ അമിതമായി പാവമായി പോകുന്നില്ലേ എന്നൊരു മുന വെച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു മല്ലിക സുകുമാരന്റെ ആ ഒരു ഇന്റർവ്യൂ. വളരെ കിടിലമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഐസ്ബ്രേക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ലിങ്ക് ഞാൻ കൊടുക്കും, നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കറണ്ട് പോയില്ല, നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാൻ വരുന്നു. ജയ് ഹിന്ദ്.